നോക്കുന്നത് ഈ രാജ്യത്തെ സംഘടിതമായിട്ടുള്ള മതന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി അങ്ങേയറ്റത്തെ പ്രീണന രാഷ്ട്രീയമായിട്ട് നടക്കുന്ന ഈ രണ്ടു കൂട്ടരെയും രാജ്യം തിരസ്കരിച്ചു കളഞ്ഞു. ഈ രാജ്യത്ത് ഇവരുടെ കട പൂട്ടിക്കഴിഞ്ഞു. ആ കട പൂട്ടിയ രണ്ടാളുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരാണ്. കേരളം മാത്രം ഒരു തുരുത്തായിട്ട് ഇവിടെ മാറി നിൽക്കുകയാണോ? ഇന്ത്യയിൽ എങ്ങനെയാണ് ആരാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? ജനങ്ങളല്ലേ. ആ ജനങ്ങൾ പറയാനുള്ള അവകാശം ഇലക്ഷനിൽ മാൻഡേറ്റ് ആയിട്ട് കൊടുത്ത ആളുകൾ അത് പറയുമ്പോ നിങ്ങൾ അവിടെ ഇരിക്കും. ഞങ്ങൾ പറയാം. എങ്ങനെ പറയാം? നിങ്ങൾ 50 പോലും അടിച്ചിട്ടില്ല, 2 തവണയായിട്ട് 50 പോലും അടിച്ചിട്ടില്ല. ഞങ്ങൾ 2 തവണ അധികാരത്തിൽ വന്നു, ജനങ്ങളെ കൺവിൻസ് ചെയ്ത് അധികാരത്തിൽ വന്നു. ആ ജനങ്ങളുടെ ശബ്ദമാണ് സർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകർത്താക്കളോ അതിനോട് പുറത്തു വരുന്നത്. നിങ്ങൾ അതിൽ അസ്വസ്ഥരായിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആരെയാ താരതമ്യം ചെയ്തത്? ഹിറ്റ്ലറുമായിട്ട് താരതമ്യം ചെയ്തു. നോക്കൂ, എന്തൊരു വൈരുദ്ധ്യമാണ്. ആരെയാണ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? ഹിറ്റ്ലറെയും ആരെയുമാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? 1933 ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ജർമ്മനിയിലെ പാർലമെന്റിന് കമ്മ്യൂണിസ്റ്റുകാര് തീ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഹിറ്റ്ലർ അവിടെ ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതിനുശേഷം ഹിറ്റ്ലർ അവിടെ മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ സെൻസർ ചെയ്തു. അതിനുശേഷം ഹിറ്റ്ലർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നടപടികൾ പാർലമെന്റിനകത്ത് വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ജയിലിലടച്ച ശേഷം അദ്ദേഹത്തിന് വേണ്ട പരിഷ്കരണങ്ങൾ വരുത്തി. അതിനുശേഷം ഗീബൽസ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം 25 പരിപാടി നടപ്പാക്കി. 25 പരിപാടി ജർമ്മനിയുടെ വികസനത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഗീബൽസ് പറഞ്ഞു, ഹിറ്റ്ലറാണ് ജർമ്മനി, ജർമ്മനിയാണ് ഹിറ്റ്ലർ. ഇനി നിങ്ങൾ ഇന്ത്യയിലേക്ക് പരിശോധിക്കും. ഇതേ കാര്യം ഇവിടെ ചെയ്തതാരാ? ഭരണഘടനയിലെ തന്നെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ അപ്രസക്തമാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാതൃഭൂമി അടക്കമുള്ള സകല മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടി. അതിനുശേഷം പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചു. 20 കർമ്മ പരിപാടി പ്രഖ്യാപിച്ചു. അപ്പൊ മകൻ സഞ്ജയ് ഗാന്ധിക്ക് തോന്നി പോരാ, 5 എണ്ണം കൂട്ടി പ്രഖ്യാപിച്ചു. അങ്ങനെ ഹിറ്റ്ലറുമായി സമമായി 25 പരിപാടി പ്രഖ്യാപിച്ചു. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന ബറൂച്ച പറഞ്ഞു, ഇന്ത്യയാണ് ഇന്ദിരയാണ് ഇന്ത്യ. അപ്പൊ ഹിറ്റ്ലറും ആരും തമ്മിലാണ് താരതമ്യമുള്ളത്? ഹിറ്റ്ലറും ഇന്ദിരാഗാന്ധിയും തമ്മിലാണ് താരതമ്യപ്പെടുത്തേണ്ടത്. ഈ രാജ്യത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ച് ഭരണഘടനയും ഇല്ലാതാക്കി പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച് ഈ മാധ്യമങ്ങളെ മുഴുവൻ സെൻസർ ചെയ്ത്. അന്ന് അദ്വാനിജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുണ്ട്, ഇന്നും പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. മാധ്യമങ്ങളോട് കുനിഞ്ഞു നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്, പക്ഷെ മുട്ടിലിഴഞ്ഞു, കേരളത്തിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം അക്ഷരം വായിക്കാൻ അറിയാത്ത, കൂട്ടി വായിക്കാൻ അറിയാത്ത നിങ്ങളൊക്കെ കളിയാക്കുന്ന ഉത്തരേന്ത്യക്കാരൻ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി കേരളത്തിൽ ജനവിധി ഉണ്ടായത്. ഈ മാതൃഭൂമിയും മനോരമയും അടക്കമുള്ളവർ ഉണ്ടാക്കിയെടുത്ത നറേറ്റീവിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഹിറ്റ്ലറെയും ഇന്ദിരാഗാന്ധിയെയുമാണ് താരതമ്യം ചെയ്യേണ്ടത്. ഹിറ്റ്ലറുടെ ആശയങ്ങളും കോൺഗ്രസിന്റെ ആശയങ്ങളുമാണ് താരതമ്യം ചെയ്യേണ്ടത്. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പ്രശ്നമാണ്. ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ അസഹിഷ്ണുതയാണ്. എന്നിട്ട് ഇതിന്റെയൊക്കെ അപ്പോസ്തലനായിട്ട് ഇവിടെ ഇരിക്കുന്ന സനോജും അപ്പുറത്തിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അതിനപ്പുറത്തിരിക്കുന്ന ഷാജി സാഹിബ് ആരെയാ വാഴ്ത്തുന്നത്? ജവഹർലാൽ നെഹ്റുവിനെ. അവിടുന്ന് ഷാജി സാഹിബിന്റെ അവിടെ നിന്ന് തുടങ്ങാം. ഷാജി സാഹിബിന്റെ പാർട്ടിയെ നെഹ്റു വിളിച്ചത് ചത്ത കുതിര എന്നാണ്, അല്ലെ? ഇപ്പുറത്തിരിക്കുന്ന സനോജിന്റെ പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിലെത്തിയപ്പോ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ആ സർക്കാരിനെ, ജനം തെരഞ്ഞെടുത്ത സർക്കാരിനെ പിരിച്ചുവിട്ടതും ഇതേ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലനായിരുന്ന മിശിഹ ആയിരുന്ന നെഹ്റു ആയിരുന്നു. ഇനി നെഹ്റുവിന്റെ കാലത്ത് സംഭവിച്ചെന്താ? നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്നോ? സർ, നെഹ്റു പ്രധാനമന്ത്രി ആയതുപോലും ജനാധിപത്യ വിരുദ്ധമായ, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലൂടെയല്ലേ. അദ്ദേഹത്തിന് ഒരു ഒറ്റ പോപ്പുലർ വോട്ട് കിട്ടിയിട്ടുണ്ടോ പ്രധാനമന്ത്രിയാകാൻ? രാജ്യത്തെ 15 PCCകളും വോട്ട് ചെയ്താർക്ക? സർദാർ വല്ലഭായ് പട്ടേലിനല്ലേ? നെഹ്റുവിന് ഒരല്പം ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പറയേണ്ടിരുന്നില്ലേ, വോട്ട് കിട്ടിയത് പട്ടേലിനാണ്, മൂപ്പരാവട്ടെ, ഞാൻ വേണ്ടാന്ന് പറയേണ്ടിരുന്നില്ലേ? ചെയ്തോ? ഇല്ല, ഞാനവിടെ ആയിക്കോളാന്ന് പറഞ്ഞു, കണാറിന്റെ പോലെ ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നെഹ്റു ഇവിടെ പ്രധാനമന്ത്രിയാകുന്നത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. പ്രധാനമന്ത്രി ആയിട്ട് ചെയ്തെന്താ? എല്ലാവരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. രാജ്യത്തെ ഭരണഘടന നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ആദ്യത്തെ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കർട്ടൈൽ ചെയ്താരാ? റീസണബിൾ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നതാരാ? നെഹ്റു അല്ലേ? അന്ന് അതിനെ കമ്മ്യൂണിസ്റ്റുകാർ പോലും വേണ്ട രീതിയിൽ എതിർത്തില്ല കേട്ടോ. ആകെ എതിർത്തത് ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ള ആളുകളാണ്. ആർട്ടിക്കിൾ 19 റൊമേഷ് താപ്പർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒരു അൾട്രാ ലെഫ്റ്റിസ്റ്റ് ആയിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു റൊമേഷ് താപ്പർ. അദ്ദേഹത്തിന്റെ ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം മദ്രാസിൽ വിൽക്കാൻ സമ്മതിക്കില്ലാതെ സെൻസർ ഏർപ്പെടുത്തിയ സമയത്ത്
അദ്ദേഹം കോടതിയിൽ പോയി അനുകൂലമായ വിധി സമ്പാദിച്ചു. അതോടൊപ്പം ആ കേസിൽ കക്ഷി ചേർന്നത് RSSന്റെ പ്രസിദ്ധീകരണമായിരുന്ന ഓർഗനൈസർ ആയിരുന്നു. ആ ഓർഗനൈസറും അതുപോലെ തന്നെ രമേഷ് താപ്പറിന്റെ ക്രോസ് റോഡ്സും അതിനനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോഴാണ് ആദ്യത്തെ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത്. ആ അമെന്റ്മെന്റിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടന മാറ്റി നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ ആളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നെഹ്റുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ചതിനാണ്, നെഹ്റുവിനെ ഹിറ്റ്ലർ എന്ന് വിളിച്ച് കവിത എഴുതിയതിന്റെ പേരിൽ ഒരു കവി 1 വർഷമാണ് ഇന്ത്യയിൽ ജയിൽ കിടന്നത്. 1 വർഷം. അദാനിക്ക് മുദ്ര പോട്ട് കൊടുത്തതാരാ? കോൺഗ്രസ് അല്ലേ? അദാനി അംബാനി വളർന്നു കോൺഗ്രസിന്റെ ഭരണകാലത്തല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ അദാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? അംബാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ? നിങ്ങൾ വിളിച്ചുകൊണ്ടുവരുന്നില്ലേ? വെറുതെ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കാണ്, തട്ടിപ്പടത്താണ്. പിന്നെ നേതാവുണ്ടല്ലോ സതീശൻ, പുസ്തകം വായനയാണ്. കാരണം കേരളത്തിൽ എന്താണ്? കേരളത്തിൽ ഒരു ഇടതുപക്ഷ ബുദ്ധി, ഒരു ജാടയുണ്ട്. പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ. എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഞാൻ പറഞ്ഞു, ഈ ഇടതുപക്ഷ ജാർഗൻ ഉണ്ടല്ലോ, ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ, ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത്. വേറൊരാളുടെ നടക്കുന്നയാള്, ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ്. ഞാൻ നേരത്തെയും മിസ്റ്റർ തരൂരിനോട് അടക്കം പറഞ്ഞതാണ്, നിങ്ങൾ എന്നു മുതൽ ഈ ഇടതുപക്ഷ ലൈൻ ആ രാഹുൽ ഗാന്ധിയുടെ തൈലേക്ക് കെട്ടിവെച്ചു കൊടുത്തോ അന്നാണ് കോൺഗ്രസ് ഈ നാട് നശിക്കാൻ തുടങ്ങിയത്. ഒറ്റ ഉദാഹരണം പറയാം. എന്നാ കോൺഗ്രസ് 2019 ഇലക്ഷൻ തോറ്റത്? അത് മെയ് മാസം 19 അല്ല, മറിച്ച് ശശി തരൂരും രാഹുൽ ഗാന്ധിയും ചേർന്ന് JNU അകത്തേക്ക് പോയി ഭാരത് തേരെ തുക്കടേ ഹോംഗെ ഇൻഷാ അല്ലാ ഭാരത് കെ ബർബാദി തക് ജംഗ് രഹേഗി അഫ്സൽ ഹം ഷർമിന്ദ ഹെ തേരാ കാതിൽ സിന്ദാ ഹെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ 6 പതിറ്റാണ്ട് കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയി പിന്തുണച്ച അന്ന് തീർന്നു. നിങ്ങൾ അന്ന് തീർന്നു. ഇനി തിരിച്ചു വരാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പൊളിറ്റിക്സ്, നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഇടത് ലൈന് പമ്പ് ചെയ്ത് കൊടുത്തത് കേരളത്തിൽ കയ്യടിക്ക് വേണ്ടി, ഇങ്ങനത്തെ ആൾക്കൂട്ടത്തിന് മുന്നിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഇടത് ലൈൻ സ്വീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ്. ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. 2 തവണ 50 അടിച്ച് പരാജയപ്പെട്ടവരാണ്. 3-ാം തവണ 50 പോലും കിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ നേതാവ് മമതയാണ്. നിങ്ങളുടെ ഗതി അധോഗതി. ശരി, ഓക്കെ.